അപ്പം ഇദ്ദേഹം ഒന്ന് ചോദിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പെങ്ങളെയാണ് നിങ്ങൾ പീഡിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ആ ദേഷ്യത്തിൽ സങ്കടത്തിൽ അദ്ദേഹം ഒന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ദേഷ്യം നിങ്ങൾ കാണിക്കണം. എന്റെ പെങ്ങളെ നീ പീഡിപ്പിക്കും അല്ലടാ? പീഡിപ്പിക്കും, ഇനിയും പീഡിപ്പിക്കും. എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ പീഡിപ്പിക്കും. എന്റെ പെങ്ങളെ നീ പീഡിപ്പിക്കുമല്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ നായകൻ ചെയ്യാം. നായകൻ ചെയ്യാം. പുള്ളി നായകൻ ചെയ്യാൻ വേറെ ആളെ. എനിക്ക് ഇടികൊള്ളാൻ വയ്യെന്ന്, ഞാൻ ചെയ്യാം. ആക്ഷൻ. എന്റെ പെങ്ങളെ നീ പീഡിപ്പിച്ചു അല്ലേടാ? നിന്റെ പെങ്ങളെ ഞാൻ ഇന്നും പീഡിപ്പിക്കും, നാളെയും പീഡിപ്പിക്കും, മറ്റന്നാളും പീഡിപ്പിക്കും, സമയം കിട്ടുമ്പോഴൊക്കെ പേടിക്കും. നീ എന്നെ എന്ത് ചെയ്യണം? എനിക്ക് ഇടികൊള്ളാൻ വയ്യ. പീഡിപ്പിക്കപ്പെട്ട പെണ്ണില്ലേ, പെൺകുട്ടിയായിട്ട് പക്ഷെ എങ്ങനെ തരും ഞാൻ? ഞാൻ ചെയ്യാം. ഇടികൊള്ളാൻ വയ്യ. എന്റെ മോളെ എന്നെ അയാള് പീഡിപ്പിച്ചു ചേട്ടാ. എങ്ങനെ? എന്നെ അയാള് പീഡിപ്പിച്ചു. ഏവന്റെങ്കിലും കൂടെ നാടും തെറ്റി നടന്ന് നാട്ടുകാർക്ക് നാണക്കേടുണ്ടാക്കിയിട്ട് പീഡിപ്പിച്ചു. വേണ്ട, വേറെ അടികൊള്ളാത്ത വേഷം എന്താ? അടികൊള്ളാത്ത ഇനി ആകെ 3 ക്യാരക്ടറാണ് എന്റെ മെയിൻ ക്യാരക്ടർ ഉള്ളത്. പിന്നെ ഇനിയുള്ളത് ഒരു വഴിപോക്കനാണ്. ആരെങ്കിലും ദൃക്സാക്ഷികളുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാവോ? ഞാനാണ് സാർ ദൃക്സാക്ഷി. ഞാൻ കണ്ടു സാർ പീഡിപ്പിക്കുന്നത്. താങ്കൾ എന്താ കണ്ടത്? അവൻ ആ പെൺകുട്ടിയെ പിച്ചി ചിന്തത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഞാൻ നോക്കിക്കൊണ്ട് തിന്നു സാർ. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ഒരുത്തൻ പിച്ചു ചെയ്യുന്നത് കണ്ടിട്ട് നീ ഒരു നാക്ക് കൊണ്ടൊരു വാക്ക് പോലും മിണ്ടാതെ നിന്ന്